السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عثمان بن عفان رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من صلى العشاء في جماعة فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വിശ്വാസിയുടെ താങ്ങും തണലും അത്താണിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം. അത് അറ്റുപോകാതെ മുറിഞ്ഞു പോകാതെ അനുസ്യൂത നിലനിർത്തുക എന്നുള്ളത് അയാൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. ചിലപ്പോൾ അയാളുടെ ആയുഷ്കാലത്തിന്റെ മുക്കാൽ ഭാഗവും അതിൽ തന്നെ നിരതമാകാനുള്ള ശ്രമവും അയാൾ നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കുറേ ആളുകൾ നമുക്കൊക്കെ നമ്മുടെ കണ്ണിലും ശ്രദ്ധയിലുമൊക്കെ കാണാൻ കഴിയും. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് കഴിയുന്ന ആളുകളൊക്കെ പരമാവധി ആ ഒരു മേഖലയിൽ ശ്രദ്ധയൂന്നാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക. എന്നാൽ ഒരു ദിവസത്തിൽ മുഴുവനായി ഇടതടവില്ലാതെ ഒരു വിശ്രമം ഉണ്ടാവും. ഒരു ക്യാമ്പാണെങ്കിലും മറ്റെന്താണെങ്കിലും 24 മണിക്കൂർ എന്ന ഒരു ദിവസത്തിലെ അർദ്ധഭാഗം 12 മണിക്കൂറിൽ ക്യാമ്പ് വെച്ചാൽ അതിനിടയിൽ ഭക്ഷണം കഴിക്കാനും മറ്റിതര കാര്യങ്ങൾക്കുമൊക്കെ ഇടവേളകൾ ഉണ്ടാവും. എന്നാൽ ഒരു വ്യക്തി ഇടതടവില്ലാതെ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാം, അങ്ങനെ പാടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. കണ്ണിനോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്, ഭർത്താവിനോട് ബാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ട് പറഞ്ഞു കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ആകാം. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി കിട്ടും എന്നാണ് ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ച ഹദീസിലുള്ളത്. അതിന് കാരണമായി തീരുന്നതോ ഇശാഉം സുബ്ഹുമായ നിസ്കാരങ്ങളാണ്. അത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും: ലൈസ സ്വലാത്തുൻ, ഒരു നിസ്കാരവും ഇല്ല, അസ്ഖല, ഏറ്റവും ഭാരമായിട്ടുള്ളത്, അലൽ മുനാഫിഖീന, മുനാഫിഖുകളായ ആളുകൾക്ക്, മിനൽ ഫജ്രി വൽ ഇശാ, ഫജ്റും ഇശാഉം ഒഴികെ. എന്തെല്ലാം കാരണങ്ങൾ, എന്തെല്ലാം ന്യായീകരണങ്ങൾ, എന്തെല്ലാം എതിറുകളാണ് നമുക്കൊക്കെ ബോധിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതിന്റെ രണ്ടിന്റെയും പ്രതിഫലം അറിഞ്ഞിട്ടാണെങ്കിൽ ഒരു വ്യക്തിയുണ്ട്, 2 കാലും അയാളെ മുറിച്ചു കളഞ്ഞു. അതാണ് ഹദീസിന്റെ ഭാഗം. ഇഴഞ്ഞിട്ടെത്തും, പാപമൊന്നുമില്ല ഇഴയാൻ, നടക്കാനുള്ള 2 കാലം അതും ഇല്ലാത്തതാണ് എങ്കിൽ ഇഴഞ്ഞ് അരിച്ചെങ്കിലും അയാൾ അത് രണ്ടും നിർവഹിക്കാൻ എത്തും. പക്ഷെ അത് എത്തൂല. എത്താതിരിക്കുന്ന ആരാ? ഉള്ളിൽ നിഫാഖ് ഉള്ളത് കൊണ്ട്. ഞാനും നിങ്ങളൊക്കെ ഏറെ ഭയപ്പെടണം. ചെറിയൊരു കാറ്റ്, ഒരു ജലദോഷം, ഒരു ചുമ, എന്തേ ഒരു ചുമ, ഒരു പനി, ഒരു തലവേദന, നിസ്കാരം നിർത്തിവെച്ചു. ഇല്ല, അതൊക്കെ നിഫാഖിന്റെ അടയാളങ്ങളിലേക്ക് പോകാൻ സാധ്യതകൾ. എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും അതിനെ മുഴുവൻ വകഞ്ഞു മാറ്റി എത്ര കാലം നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നെഞ്ചത്ത് കൈകെട്ടിട്ട് ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ ഇക്കണ്ട കാലം അത്രയായിട്ടും അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ പറ്റിയ എത്ര ആളുകളുണ്ട്. റസൂൽ റുക്അ ചെയ്തതുപോലെ, റസൂൽ റുക്അയിൽ പ്രാർത്ഥിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചതുപോലെ ആ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ മാത്രം പറഞ്ഞ് മറ്റൊരാളെയും പ്രാർത്ഥിക്കാതെ ഒരു നേരം നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാത്ത എത്ര മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവിടുന്നൊക്കെ അല്ലാഹു നമ്മളെ കൊണ്ടുവന്നില്ലേ? അതിന് നമ്മൾ ശുക്ർ കാണിക്കണ്ടേ? ആ ശുക്ർ സുബ്ഹിയും ജമാഅത്തുമാകുന്ന നിസ്കാരങ്ങളിൽ കാണിച്ചാൽ, അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ മസ്ജിദിൽ തന്നെ എത്തണം, അതിനാണ് മസ്ജിദ് എന്ന് പറഞ്ഞത്. പള്ളി നമ്മൾ സാങ്കേതികമായ മലയാളത്തിലൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഇടം അവനവന്റെ വീടല്ല, അതൊരിക്കലും മസ്ജിദാവുകയില്ല. അവിടെ ജമാഅത്തായി നിസ്കരിക്കണം. അതിനാണ് ഈ കോളാമ്പി സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തി ബാങ്ക് എന്ന അദാൻ എന്ന സംവിധാനമുള്ളത്. അത് രണ്ടും കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയായി തീരും. മൻ സല്ല
അൽ ഇശാ, ഒരാൾ ഇശാ നിസ്കരിച്ചു. ഇശാ നിസ്കരിക്കാത്ത മുസ്ലിങ്ങളിൽ 99% ഇപ്പോഴില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരരയും മുറിയൊക്കെ ഉണ്ടാവും. ഏകദേശമൊക്കെ സമ്പൂർണ്ണമായി ഇബാദത്തിലൊക്കെ കൃത്യത കണിശതയൊക്കെ കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പോലും നിസ്കരിച്ചു എന്ന് സമാശ്വസിക്കാനല്ലാതെ ശേഷം പറഞ്ഞതിലേക്ക് എത്തുന്നില്ല. ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചാൽ അയാൾ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നിസ്കരിച്ചവനെ പോലെയുള്ള കൂലി അയാൾക്ക് കിട്ടും. അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചാലും ഫീ ജമാഅത്തായിട്ട്, നമ്മുടെ കാട്ടിലെ നിസ്കാരത്തിന്റെ അവ്വല് വക്തിലുള്ള ജമാഅത്തൊക്കെ കഴിഞ്ഞാണ് ഓരോരുത്തരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പൂരപ്പറമ്പിലെ കതിരൊക്കെ തീ പിടിച്ച പോലെ അങ്ങനെ കത്തിത്തീർന്ന് 7 മണിക്ക് നിസ്കരിക്കുന്നവര്, 8 മണിക്ക് നിസ്കരിക്കുന്നവര്, സുബഹി കൊണ്ടുപോയിട്ട് ലൊഹറിന്റെ കൂടെ ഖളാ എന്ന ഓമന പേരിട്ട് കാണിക്കുന്ന ഒരു നിസ്കാരം. ഇതൊന്നും ഇസ്ലാം ദീനിൽ ഇല്ല. അതൊക്കെ അന്യമാണ്. ഉള്ളതേതാ? നിങ്ങളെടുത്തോ ഹദീസ് കിതാബെടുത്തോ ഏതെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാ ഉർ റാഷിദുകൾ യുദ്ധരംഗത്ത് യാത്രയിലാകുമ്പോ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ശർഈയായ ഉദ്റില്ലാതെ ഏതെങ്കിലും ഒരു സ്വഹാബി ളുഹർ നിസ്കാരം അയാൾ 4 മണിക്ക് നിസ്കരിച്ചു, സുബഹി നിസ്കരിക്കാൻ അയാൾ 6:30 മണിക്കാണ് എഴുന്നേറ്റത്, മഗ്രിബ് അയാൾ ഇശാഇനോട് കൂടി നിസ്കരിച്ചു, കാണാൻ കഴിയില്ല. അതാണ് മുസ്ലിമിന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ജമാഅത്ത് അനുസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് തടസ്സമായി തീരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് തടഞ്ഞു മാറ്റി നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുബഹും ജമാഅത്തും നിസ്കരിച്ച് രാത്രി മുഴുവൻ നമസ്കരിച്ചവരെ പോലെയുള്ള പ്രതിഫലം ആർജിച്ചെടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ്, ആഫിയത്ത് എന്നിവ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായവും പ്രയാസവും രോഗവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതം അവസാനിക്കുന്ന മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി ചൊല്ലി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ നീക്കം ചെയ്തു കൊടുത്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.